ഭദ്രന്റെ കുഞ്ഞിപ്പെണ്ണ്. രചന മഞ്ജു മുരളി. അവതരണം സാലിം കരുളായി. എഡിറ്റിംഗ് SN ക്രിയേഷൻസ്. ഭദ്രൻ അയച്ച ആദിയുടെയും നന്ദിയുടെയും ഫോട്ടോ കണ്ട് നിത്യയുടെ കണ്ണു നിറഞ്ഞു. നിത്യ ഫോട്ടോ പൊന്നുവിന് കാണിച്ചു കൊടുത്തു. പൊന്നുവിനെയും കണ്ണു നിറഞ്ഞു. അവൾ ചെറു ചിരിയോടെ നിത്യയെ നോക്കി. ആ, ഇവരൊരു ഭാഗത്തായില്ലേ, ഇനി എനിക്കെൻ്റെ ഭദ്രനെ സ്വസ്ഥമായെന്ന് പ്രേമിക്കണം, നിത്യ പറഞ്ഞു. അപ്പൊ ഇതുവരെ ഭദ്രൻ നിത്യയുടെ തടിയറവ് വെച്ചില്ലേ? പൊന്നു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എവിടെ, എപ്പോഴും അങ്ങയുടെ പുറകെയാണ്, പഴയ പോലെ വലിയ മാസിൽ പിടുത്തൊന്നുമില്ല, നിത്യ ചിരിയോടെ പറഞ്ഞു. നിത്യക്ക് എങ്ങനെയാ ഭദ്രനെ ഇത്രയും സ്നേഹിക്കാൻ പറ്റുന്നത്? പൊന്നു ചോദിച്ചു. അതെന്ത് ചോദ്യമാണ് പൊന്നു, ചെറുപ്പത്തിൽ പ്രണയം എന്താണെന്ന് അറിയാത്ത പ്രായത്തിൽ തന്നെ അങ്ങേരോട് തോന്നിയ ഇഷ്ടമാണ്. വിവരം വെച്ചപ്പോൾ ഇഷ്ടം മാറി പ്രണയായി. ആർക്കും വിട്ടുകൊടുക്കാതെ എന്ന് എൻ്റെ ആയിരിക്കണം എൻ്റെ ഭദ്രേട്ടൻ. പറഞ്ഞു നിർത്തുമ്പോൾ നിത്യയുടെ കണ്ണു നിറഞ്ഞിരുന്നു. അവിടെ ഹൃദയം നിറയെ ഭദ്രന്റെ മുഖമായിരുന്നു. നിത്യക്ക് തന്നെയുള്ളതാണ് ഭദ്രേട്ടൻ. ആളുടെ ഉള്ളു നിറയെ നിത്യയോടുള്ള പ്രണയാണ്. അത് പുറത്തേക്ക് വരാൻ സമയം വേണമെന്ന് മാത്രം പൊന്നു പറഞ്ഞു. എത്ര കാലം വേണമെങ്കിൽ ഞാൻ കാത്തിരിക്കും എൻ്റെ ഭദ്രേട്ടന് വേണ്ടി, നിത്യ ഉറപ്പോടെ പറയുമ്പോൾ പൊന്നു മനസ്സിലാക്കിയിരുന്നു ഭദ്രനോടുള്ള നിത്യയുടെ പ്രണയത്തിൻ്റെ ആഴം. നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോകണം, അവിടെ എത്തി നന്ദിയുടെ അച്ഛനെയും അമ്മയും വിളിപ്പിക്കണം, അവരുടെ മുന്നിൽ വെച്ച് പറയണം കാര്യങ്ങളൊക്കെ, ആജി പറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ അജിയേട്ടൻ മാമനും അമ്മായിയാണ്, നന്ദ ചിരിയോടെ പറഞ്ഞു. അതെ, ശരിക്കും ഭദ്രനും നിത്യയും തമ്മിലുള്ള ബന്ധം എന്താണ്? ആജി ഭദ്രനോട് ചോദിച്ചു. അവൾ എൻ്റെ മുറപ്പെണ്ണാണ്, എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകളാണ്, ഭദ്രൻ ചിരിയോടെ പറഞ്ഞു. നിത്യക്ക് ഭദ്രന് ഇഷ്ടമാണല്ലേ? ആജി വീണ്ടും ചോദിച്ചു. ആണോന്നോ? ഈ ഭദ്രേട്ടൻ എന്ന് വെച്ചാൽ ഭ്രാന്ത അവൾക്ക്. ഞാൻ പറഞ്ഞിട്ടില്ലേ, കുട്ടിക്കാലം മുതൽ ഭദ്രേട്ടൻ എന്ന് പറഞ്ഞ് നടക്കുന്നവളാ. എന്തോരം ചെറുക്കന്മാരാണെന്ന് അറിയോ? അവളോട് ഇഷ്ടം പറഞ്ഞിട്ടില്ലേ? നന്ദ ആവേശത്തോടെ പറഞ്ഞു. അത് കേട്ട് ഭദ്രൻ്റെ ഉള്ള സന്തോഷം കൊണ്ട് വീങ്ങി. എങ്കിലും അവനത് ചിരിയിലൊതുക്കി. ആദ്യം നന്ദയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് ശ്വാസം വിടേണ്ട ശ്രീമോളെ. ആദ്യം പറഞ്ഞ നന്ദൊന്ന് ചിരിച്ചു. എന്നാ വാ, സ്റ്റേഷനിലേക്ക് പോവാം. ആജി അതും പറഞ്ഞ് മുന്നേ നടന്നു. ആജി വണ്ടി സ്റ്റാർട്ട് ചെയ്തതും ഭദ്രനും ആദിയും നന്ദയും വണ്ടിയിൽ കയറി. അവരുടെ ജീപ്പ് ആ മഹാദേവ ക്ഷേത്രം വിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു. 1 മണിക്കൂറിനുള്ളിൽ അവർ സ്റ്റേഷനിലെത്തി. ആജിയും ഭദ്രനും ആദിയും ഇറങ്ങി. നന്ദ സ്റ്റേഷനിലേക്കൊന്ന് നോക്കി. അവളുടെ മുഖം ടെൻഷൻ കൊണ്ട് നിറഞ്ഞു. അവൾ ആദിയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. നന്ദയുടെ ടെൻഷൻ മനസ്സിലായ പോലെ ആദ്യം നന്ദയെ ചേർത്ത് നിർത്തി. നിങ്ങൾ കയറി വാ. ആജി വിളിച്ചത് നന്ദയും ആദിയും ഭദ്രനും സ്റ്റേഷനിലേക്ക് കയറി. അജിയുടെ ഒപ്പം ഒരു ക്യാബിനിലേക്ക് കയറിയിരുന്നു. അവിടെയുള്ള എല്ലാ പോലീസുകാരും അവരെ തന്നെ നോക്കി. ക്യാബിനിൽ കയറി ആദിയും നന്ദയും ഭദ്രനും ഇരുന്നു. ആജി അവൻ്റെ സീറ്റിലും ഇരുന്നു. ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് മാമനെയും അമ്മയെന്ന് വിളിക്കാം. ആജി അതും പറഞ്ഞ് ഫോൺ എടുത്തു. അജിയേട്ടാ, അത് വേണോ? നന്ദ വീണ്ടും ചോദിച്ചു. വേണം, അല്ലെങ്കിൽ ആദിയുടെ പേരിൽ അവർ കേസ് കൊടുക്കും. നീ നിന്റെ ഇഷ്ടപ്രകാരം ഇറങ്ങി വന്നതാണ്, ടെൻഷൻ അടിക്കേണ്ട, ആജി പറഞ്ഞു. നന്ദ കഴുത്തിലുള്ള പൂമാല അയച്ച് ടേബിളിൽ വെച്ചു. ആദ്യം അതുപോലെ ചെയ്തു. ആജി അവൻ്റെ ഫോണെടുത്ത് മാമനൊന്ന് സേവ് ചെയ്ത് വെച്ച നമ്പറിലേക്ക് വിളിച്ചു. 2-3 റിങ്ങിന് ശേഷം നന്ദയുടെ അച്ഛൻ രാജൻ ഫോൺ എടുത്തു. അജി ഫോൺ സ്പീക്കറിലിട്ടു. ഹലോ മാമ, ഞാൻ അജിയാണ്, അജി പറഞ്ഞു. ആ മോനെ അജി, എന്താടാ വിശേഷം? സുഖാണോ? വർഗീസിന് അവൾക്ക് സുഖല്ലേടാ? രാജൻ ചോദിച്ചു. അച്ഛൻ്റെ ശബ്ദം ഫോണിലൂടെ കേട്ടതും നന്ദയുടെ കണ്ണു നിറഞ്ഞു. അവൾ ആദിയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. സുഖമാണ് മാമ. നന്ദ എവിടെ? ആജി ചോദിച്ചു. മോനെ, അവൾ നിത്യയുടെ കൂടെ പുറത്തു പോയി, ഞാൻ മോനെന്ന് വിളിക്കാനിരിക്കുമായിരുന്നു, രാജൻ പറഞ്ഞു. മാമ, നമ്മുടെ നന്ദയുടെ കല്യാണം കഴിഞ്ഞു. കൈലാസം ബസ് കണ്ടക്ടർ ആദിനാഥൻ നായളുമായിട്ട് ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നാ പറഞ്ഞേ, ആജി പറഞ്ഞു. രാജന്റെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. മോനെ അജി, നമ്മുടെ നന്ദമോളെ കുറിച്ചാണോ ഈ പറയുന്നേ? ഇല്ലടാ, അവളെ എൻ്റെ മോളാ. അങ്ങനെയൊന്നും. രാജന്റെ സംസാരം പകുതിയിൽ വെച്ച് മുറിഞ്ഞു. അയാളുടെ ശബ്ദം വിടറി. നന്ദയുടെ കണ്ണു നിറഞ്ഞൊഴുകി. അച്ഛൻ്റെ ഇടറിയ ശബ്ദം അവളുടെ മനസ്സിനെ പിടിച്ചുലച്ചു. അജാ, നന്ദ കരഞ്ഞുകൊണ്ട് വിളിച്ചു. ആദിയും ഭദ്രനും അജിയും ഒരുപോലെ ഞെട്ടി. അത്രയും നേരം സന്തോഷവതിയായ നന്ദയുടെ മാറ്റം അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് കളഞ്ഞു. മോളെ നന്ദു, മോനെ അജി, എൻ്റെ മോള്, അവൾക്ക് ഫോൺ കൊടുക്ക്. ഫോണിലൂടെ നന്ദയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ് രാജൻ പറഞ്ഞു. മാമൻ ടെൻഷൻ ആവണ്ട, മാമൻ ഇങ്ങോട്ട് വാ, ആരും അറിയണ്ട, മാമ മാത്രം വന്നാൽ മതി, അമ്മായിനെയും കൂട്ടിക്കോ, ഞാനിപ്പോൾ വരാം, മോളോട് കരയില്ലെന്ന് പറയണം കേട്ടോ, രാജൻ പറഞ്ഞു. കോള് കട്ടായതും നന്ദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആദിയുടെ തോളിലേക്ക് ചാഞ്ഞു. നന്ദയുടെ അച്ഛൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുമായിരുന്നു മകളോടുള്ള സ്നേഹം. എന്താ ശ്രീമോളെ ഇത്, ഇങ്ങനെ കരയിലടി, കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, ആദ്യം നന്ദയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ് നന്ദമോളെ, ഇങ്ങനെ കരയില്ലേ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ കൂടെ വന്നേ, ഭദ്രൻ ചോദിച്ചു. എല്ലാം ശരിയാ ഭദ്രേട്ട, എന്നാലും എനിക്ക് എൻ്റെ അച്ഛനെ ഒത്തിരി ഇഷ്ടമാണ്. പെട്ടെന്ന് എല്ലാവരും കൂടെ ഞാൻ ആങ്ങളെ പോലെ കണ്ട ആളെ കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ
ആദ്യേട്ടനെ അല്ലാതെ വേറൊരാളെ എനിക്ക് പറ്റില്ല. നന്ദ പൊട്ടിക്കരഞ്ഞു. ആദ്യയുടെ നെഞ്ചു പിടഞ്ഞു, കണ്ണുകൾ കലങ്ങി. നന്ദയെ ഒന്നുകൂടി അവനിലേക്ക് അടുപ്പിച്ചു. നന്ദ, ഇങ്ങനൊരു സിറ്റുവേഷനിൽ കാര്യമല്ല വേണ്ടത്, ആദ്യം കൂടി വിഷമിപ്പിക്കാതെ, അജി പറഞ്ഞു. നന്ദ കണ്ണു തുറച്ചുവെങ്കിലും അവളുടെ മനസ്സ് വിങ്ങിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അജിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അജി ഫോണെടുത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, മാമനാണ് എന്ന് പറഞ്ഞ് അജി കോളെടുത്ത് ചെവിയോട് ചേർത്തു. നന്ദയും ആദ്യയും പതനും അജിയെ നോക്കിയിരുന്നു. ഹലോ മാമ. മോനെ, ഞാൻ സ്റ്റേഷന് പുറത്തുണ്ട്, ഞാൻ മാത്രമേ വന്നുള്ളൂ, രാജൻ പറഞ്ഞു. ആഹാ, എന്നാ മമ്മ കയറിപ്പോരെ, ഞാൻ എൻ്റെ ക്യാബിലുണ്ട്, അജി പറഞ്ഞത് നന്ദ ആദിയുടെ മുഖത്തേക്ക് നോക്കി. ശരി മോനെ. രാജൻ ഫോൺ വെച്ചതും അജി 3 പേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, മാമ വന്നിട്ടുണ്ട്, ഇപ്പം ഇങ്ങോട്ട് വരും. ആജി അത് പറഞ്ഞ് നന്ദയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ആദിയുടെ കയ്യിൽ അവളുടെ കൈകൾ വീണ്ടും മുറുകി. അല്പസമയത്തിനുള്ളിൽ നന്ദയുടെ അച്ഛൻ രാജൻ ആജിയുടെ ക്യാബിലേക്ക് വന്നു. രാജനെ കണ്ട ആദിയും പതനും നന്ദയും അജിയും എഴുന്നേറ്റ് നിന്നു. രാജൻ നിറകണ്ണുകളോടെ നന്ദയെ നോക്കി. തൻ്റെ മകൾ കല്യാണ സാരിയിൽ, സീമന്തരേഖയിൽ സിന്ദൂരം, കഴുത്തിൽ താലി, അവളുടെ വലം കൈ വേറൊരുത്തിന്റെ ഇടം കൈയിൽ. അയാൾ കണ്ണുകൾ ഇറുകിയടച്ചു. ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീണു. കാൽപാദത്തിലേറ്റ ചൂടും സ്പർശനവും രാജനെ പിന്നോട്ട് നീക്കി. അയാൾ താഴേക്ക് നോക്കി. തൻ്റെ കാല് പിടിച്ച് കരയുന്ന തൻ്റെ മകൾ. ഒരു നിമിഷം രാജന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഒരു ശബ്ദം അയാളുടെ തൊണ്ടയിൽ കുടുങ്ങി. അയ്യോ മോളെ, എന്താ ഇത്, എഴുന്നേൽക്ക്. നന്ദയുടെ തോളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് രാജൻ പറഞ്ഞു. അയാളുടെ നെഞ്ചോട് ചേർന്നിരുന്ന നന്ദ അവളുടെ കണ്ണുനീർ അയാളുടെ നെഞ്ചിനെ പൊള്ളിച്ചു. എന്നോട് ക്ഷമിക്കാച്ച, എനിക്ക് അച്ഛനെ പോലെയാണ് ആദ്യമായിട്ടും. ആ അച്ഛനില്ലാതെ എനിക്ക് പറ്റില്ല അച്ഛാ. അച്ഛൻ്റെ നന്ദിയോട് ക്ഷമിക്കില്ലേ? നന്ദ അയാളുടെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓരോന്ന് ചോദിച്ചു. എന്താ നന്ദൂട്ടിയത്? അച്ഛൻ്റെ കുട്ടി ഇങ്ങനെ കരയില്ലടാ, വല്ല അസുഖവും വരും. അച്ഛൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. മോളുടെ അഭിപ്രായം അച്ഛൻ ചോദിച്ചില്ല. അച്ഛൻ്റെ കുട്ടി അച്ഛനോട് ക്ഷമിക്ക്. അച്ഛന് മോളോട് ഒരു ദേഷ്യമില്ല, രാജൻ പറഞ്ഞു. അച്ഛാ. നന്ദ ഒന്നുകൂടെ രാജൻ ഇറുകെ പിടിച്ചു. മോനിങ് വന്നേ, ആദിയെ രാജൻ വിളിച്ചു. ആദ്യ ഭദ്രനെയും അജിയെയും നോക്കി. അവർ ആദിയെ നോക്കി ചിരിച്ചു. ആദ്യ രാജൻ്റെ അടുത്തേക്ക് ചെന്നു. രാജൻ ആദിയുടെ കയ്യിൽ ഇറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ നന്ദു എൻ്റെ മോളല്ല, എൻ്റെ പ്രാണനാണ്. എൻ്റെ ഭാര്യയെക്കാളും അമ്മയെക്കാളും പെങ്ങളെക്കാളും ഞാൻ സ്നേഹിച്ചത് എൻ്റെ മോളെയാണ്. പ്രസവവേദനയിലല്ലാതെ എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണീന്നൊരു തുള്ളി കണ്ണുനീർ മോന് വരത്തരുത്. അത് മോനെനിക്ക് വാക്ക് തരണം. രാജൻ പറഞ്ഞത് കേട്ട് ആദ്യം അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സന്തോഷത്തിൻ്റെ അല്ലാതെ അച്ഛൻ്റെ നന്ദു, അതായത് എൻ്റെ ശ്രീമോളുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീര് വരില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈ ആദ്യം മരിക്കണം. ആദ്യം ഉറപ്പോടെ പറഞ്ഞു നിർത്തിയതും രാജൻ അവനെ ചേർത്ത് പിടിച്ചിരുന്നു. അത് കാണാൻ നന്ദൊന്ന് പുഞ്ചിരിച്ചു. കണ്ണെന്ന ഭദ്രൻ്റെയും അജിയുടെയും കണ്ണുകൾ നിറഞ്ഞു. മോനെ അജി, ഭദ്ര, നന്ദുവിൻ്റെ മാമൻ, അതായത് എൻ്റെ ഭാര്യയുടെ ആങ്ങളെ വെറുതെ ഇരിക്കില്ല. അതൊക്കെ പോട്ടെ, നിത്യ എവിടെ? രാജൻ ചോദിച്ചു. നിത്യ ഞങ്ങളുടെ പെങ്ങൾ പൊന്നൂൻ്റെ കൂടെ ആശുപത്രിയിലുണ്ട്. പൊന്നൂരിൻ്റെ അപകടം. ഭദ്രൻ അത് പറഞ്ഞു നിർത്തി. എന്നാൽ നിങ്ങൾ എത്രയും വേഗം അങ്ങോട്ട് ചെന്ന് നിത്യ കൊച്ചിനോട് വീട്ടിലേക്ക് ചെല്ലാൻ പറ. ആ കൊച്ചി ഇതൊന്നും അറിഞ്ഞതായി ഭാവിക്കരുതെന്ന് പറയണം. രാജൻ അത് പറഞ്ഞു നിർത്തി. അത് പറയാച്ചാ, അച്ഛൻ വീട്ടിൽ പറഞ്ഞില്ലേ? ആദ്യം ചോദിച്ചു. ഇല്ലട മോനെ, പറയണം. പക്ഷേ നിത്യമോൾക്കൊരു പ്രശ്നവും വരരുത്. നിങ്ങൾ ആശുപത്രിയിൽ ചെന്ന് നിത്യമോളോട് കാര്യം പറയണം കേട്ടോ, രാജൻ പറഞ്ഞു. അതൊക്കെ പറയാമെങ്കിൽ അവൾ വീട്ടിലെത്തിയ മാമനെ വിളിക്കാൻ പറയാം ഞാൻ. പിന്നെ ഹരി, അവൻ വെറുതെ ഇരിക്കുന്നു തോന്നില്ല. പ്രത്യേകിച്ച് ഭദ്രനോട് വിരോധമുള്ളതുകൊണ്ട് അയാൾ ഒന്നിനും വരത്തില്ല. അതിൻ്റെ പേരിലൊന്നും മാമൻ പേടിക്കണ്ട, ഭദ്രൻ അത് പറഞ്ഞു. എന്നാ ശരി നന്ദമോളെ, കരയില്ലട്ടോ. ആദി, നീ എൻ്റെ മോളെ കരയിപ്പിക്കരുത്. ഭദ്ര, കരയിപ്പിച്ച നീ ഇവനെ ഇടിച്ചോണം. അജി, നീ കൊണ്ടുപോയി ജയിലിട്ടോണം കേട്ടോ, രാജൻ ചിരിയോടെ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ഞാൻ ഇടിച്ചിരിക്കും, ഭദ്രൻ അത് പറഞ്ഞു. ഞാൻ ജയിലിലിട്ടോളാം, അജിയും പറഞ്ഞതും ആദ്യം നന്ദയും ചിരിച്ചു. എന്നാ ഞാൻ പോവാം. നന്ദമോളെ, ആദ്യമോനെ, അച്ഛൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ട്. നന്ദു, അച്ഛൻ പോവാണേ, രാജൻ നന്ദയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛ, അമ്മയോട് പറയണേ എന്നോട് ക്ഷമിക്കാൻ, നന്ദ ഏങ്ങിക്കൊണ്ട് പറഞ്ഞു. മോള് കരയരുത്, അച്ഛൻ പോയിട്ട് വരാം. രാജൻ അതും പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറി പോകുന്ന രാജനെ നിറകണ്ണുകളോടെ നന്ദ നോക്കി നിന്നു. എത്രയും വേഗം നമുക്ക് നിത്യയുടെ അടുത്തേക്ക് പോകണം. അതെ, ഞാൻ കാരണം അവൾക്ക് പ്രശ്നം വരാൻ പാടില്ല. ഇപ്പം തന്നെ പോവാം. അജി, നീ വരുന്നുണ്ടോ? ഭദ്രൻ ചോദിച്ചു. അതെന്ത് ചോദ്യവാ, നിങ്ങൾ വണ്ടി കയറി.
ആജി പറഞ്ഞതും ഭദ്രനും നന്ദയും മാതിയും വണ്ടിയിൽ കയറി. അജിയുടെ ജീപ്പ് പോലീസ് സ്റ്റേഷനിൽ വിട്ട് ആശുപത്രിയിലേക്ക് പാഞ്ഞിരുന്നു. അരമണിക്കൂറിനുള്ളിൽ അജിയുടെ ജീപ്പ് ആശുപത്രിയിലെ പാർക്കിംഗ് ഏരിയയിൽ എത്തി നിന്നു. ഭദ്രനും മാതിയും നന്ദയും അജിയും ഇറങ്ങി. അവർ നടന്ന് പൊന്നും നിത്യമുള്ള റൂമിൻ്റെ അവിടെ എത്തി. നന്ദ വാതിലിൽ തട്ടി. അടുത്ത സെക്കൻഡ് നിത്യ വാതിൽ തുറന്നു. മുന്നിൽ കല്യാണ വേഷത്തിൽ നിൽക്കുന്ന നന്ദയെ കണ്ട് നിത്യ അന്തം വിട്ടു നിന്നു. കഴിഞ്ഞോ? സന്തോഷത്തോടെ നിത്യ ചോദിച്ചു. കഴിഞ്ഞടി നിത്യമോളെ. നന്ദ നിത്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. വിട്ട്, ഞാൻ ആ കല്യാണ ചേക്കനൊന്ന് കാണട്ടെ. നിത്യ അതും പറഞ്ഞുകൊണ്ട് ആദിയുടെ അടുത്തേക്ക് നടന്നു. ആദ്യം നിത്യയെ നോക്കി ചിരിച്ചു. അമ്പടെ കേമാ സണ്ണിക്കൂട്ടാ, ആദ്യ ഏട്ടാ. നിത്യ ആദിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. എന്തടി കുരുട്ടടക്കെ? ആദ്യം നിത്യയുടെ തലയിൽ കൊട്ടിക്കൊണ്ട് ചോദിച്ചു. ഭാഗത്തേക്ക്. നിത്യ വിളിച്ചതും എല്ലാവരും റൂമിലേക്ക് കയറി. ഭദ്രന്റെ കണ്ണുകൾ നിത്യയെ പൊതിഞ്ഞു. എന്നാൽ അജിയുടെ കണ്ണുകൾ പൊന്നുവിലായിരുന്നു. ആദ്യേട്ടാ, ഏട്ടത്തി. പൊന്നു വിളിച്ചതും ആദ്യ പൊന്നുവിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. അവളുടെ തലയിൽ തലോടി. നിത്യ, നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അജി ഗൗരവത്തിൽ പറഞ്ഞു. നിത്യ അജിയെ നോക്കി. ഞാൻ പറയാം. ഭദ്രൻ എല്ലാ കാര്യങ്ങളും നിത്യയോട് പറഞ്ഞു. എല്ലാവരും അതെല്ലാം ശ്രദ്ധയോടെ കേട്ടു. ശരി, ഭദ്രേട്ട അജയേട്ടനും പറഞ്ഞ പോലെ ഞാൻ പോവാം. വീട്ടിലെത്തിയ ഞാൻ മാമനെ വിളിക്കാം. നിത്യ അതും പറഞ്ഞ് എഴുന്നേറ്റു. നന്ദയെ ചെന്ന് കെട്ടിപ്പിടിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞ് നിത്യ അവിടെ നിന്ന് ഇറങ്ങി. പോവാൻ നേരം നിത്യ ഭദ്രനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. എന്നാൽ ഞാൻ ഇറങ്ങുക. ആമി സൂക്ഷിക്കണേ. ആജി പറഞ്ഞത് നന്ദയും ഭദ്രനും ആദ്യം പൊന്നുവിനെയും അജിയെയും നോക്കി. അത് കണ്ട് അജി ഒന്ന് പരുങ്ങി. അത് പിന്നെ പെട്ടെന്ന് പഞ്ചമി സൂക്ഷിക്കണേ. അളിയ പെങ്ങളെ ഹാപ്പി മാരീഡ് ലൈഫ്. ഭദ്ര ഞാൻ പോവാണേ, ആജി പറഞ്ഞു. പോയി വാ. ഭദ്രന് പറഞ്ഞത് മജി റൂമിൽ നിന്ന് ഇറങ്ങി. ആജി പോയതും പൊന്നുവിൻ്റെ നെഞ്ചിലൊരു വിങ്ങലുണ്ടായി. അവളത് പുറത്ത് കാട്ടിയില്ല. ആദി, നീ നന്ദയും വീട്ടിലേക്ക് പോകും. ഞാനും പൊന്നു നാളെ വീട്ടിലേക്ക് വരാം. ഭദ്രൻ അത് പറഞ്ഞു. ശരി, ഞാൻ ബുള്ളറ്റ് എടുക്കുവാണേ. പൊന്നു പോവാണേ. ഭദ്ര, ബുള്ളറ്റിൻ്റെ ചാവി എൻ്റെ കയ്യിലുണ്ടേ, ആദി പറഞ്ഞു. ശരി അതേട്ടാ. പൊന്നുവിനെയും ഭദ്രനെയും നോക്കിയിട്ട് നന്ദയും ആദിയും അവിടെ നിന്ന് ഇറങ്ങി. രാജൻ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഹരിദാസൻ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. രാജൻ അയാളെ കൊണ്ടൊന്ന് സംശയിച്ചു. പിന്നെ ഹരിതയെ നോക്കി. അവളുടെ കണ്ണും നിറഞ്ഞിരിക്കുന്നു. എന്താ ഹരി ഇങ്ങോട്ട് തിരിച്ചു വന്നേ? രാജൻ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. ഹരിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. രാജ, ഞാനെല്ലാം അറിഞ്ഞു. നന്ദ അവളെല്ലാവരെയും ചതിച്ചല്ലേ? അത് കേട്ടതും രാജനൊന്ന് ഞെട്ടി. ഹരിത ഏങ്ങിക്കരഞ്ഞു. അവൾ ചതിച്ചതല്ല, ഇഷ്ടമുള്ള ആളുടെ കൂടെ പോയി, അത്രേ ഉള്ളൂ. രാജൻ മുഖം തിരിച്ചു പറഞ്ഞു. ഹരി രാജനെ നോക്കി. രാജ, അവനെ ഞാൻ വെറുതെ വിടില്ല. ഹരിതേ, പറഞ്ഞു കൊടുക്കുന്നിൻ്റെ കെട്ടിയോന് എന്നും പറഞ്ഞുകൊണ്ട് ഹരി അവിടുന്ന് പോയി. രാജനൊന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. കാറിൽ കയറിയ ഹരിയുടെ മുഖത്ത് പകയായിരുന്നു. ഭദ്രനോടും ആദിയോടുള്ള പക. ആശുപത്രിയിൽ നിന്നും ആദിയും നന്ദയും കൂടെ അവർ നിന്ന് ഫ്ലാറ്റിലേക്ക് വിട്ടു. അന്ന് ആദ്യമായി നന്ദ അവനെ കെട്ടിപ്പിടിച്ചു. ആരെയും പേടിയില്ലാതെ ബുള്ളറ്റിലിരുന്നു. ആദ്യം ചെറുചിരിയോടെ ബുള്ളറ്റ് ഓടിച്ചു. അല്പസമയത്തിന് ശേഷം ശിവനാഥ് എന്ന ഫ്ലാറ്റിലേക്ക് എത്തി. ആദ്യം ബുള്ളറ്റ് പാർക്കിംഗ് ഏരിയയിൽ വെച്ച ശേഷം നന്ദയുടെ കയ്യും പിടിച്ചുകൊണ്ട് അവരെടുത്ത റൂമിലേക്ക് കയറി. റൂമിൽ കയറി വാതിലടച്ചതും ആദ്യം നന്ദയുടെ നേരെ ചെന്നു. എന്താ ഉദ്ദേശം? നന്ദവൻ വരുന്നതിനനുസരിച്ച് പുറകിലേക്ക് മാറിക്കൊണ്ട് ചോദിച്ചു. അതൊക്കെയുണ്ട്. മീശ പിരിച്ചുകൊണ്ട് അവൾക്ക് നേരം നടന്നുകൊണ്ട് ആദ്യം പറഞ്ഞു. നന്ദയുടെ കാലിൽ തെറ്റി അവിടെയുള്ള സോഫയിലേക്ക് അവൾ വീണു. എഴുന്നേൽക്കാൻ നോക്കുന്നതിന് മുമ്പേ തന്നെ ആദ്യ അവളിലേക്ക് അമർന്നു. ദേ ആദ്യേട്ടാ, വിട്ടേ. നന്ദ ആദ്യയുടെ നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞു. വീടാനല്ലല്ലോ ശ്രീമോളെ നിന്നെ പിടിച്ചത്, ആദ്യം നന്ദുവിൻ്റെ ചെവിയിൽ പറഞ്ഞു. അവൻ്റെ ചുടുനിശ്വാസം നന്ദയിലൊരു വിറയിലുണ്ടായി. ആദ്യം അവളുടെ ചെവിയിലേക്ക് ചുണ്ട് ചേർത്ത് കൊണ്ട് നുണഞ്ഞു. നന്ദൊന്ന് ഉയർന്നു പൊങ്ങിക്കൊണ്ട് വാതിൻ്റെ പുറത്ത് അള്ളിപ്പിടിച്ചു. ആദ്യം നന്ദുവിൻ്റെ കഴുത്തിലേക്ക് മുഖം വെച്ചു. നന്ദ മുഖം പോയിട്ടൊന്ന് പിടഞ്ഞു. ആദിയുടെ ചുണ്ടും നാവും പല്ലും ഒരുപോലെ നന്ദുവിൻ്റെ കഴുത്തിൽ അളഞ്ഞു നടന്നു. നന്ദു ആദിയുടെ കഴുത്തിലേക്ക് മുഖം കൂറ്റി. അവനിൽ നിന്ന് മുതിർന്നു വരുന്ന മണം നന്ദയുടെ പ്രിയപ്പെട്ടതായിരുന്നു. ആദ്യേട്ടാ, നന്ദ പരവശിയായിക്കൊണ്ട് വിളിച്ചു. പറയ് ശ്രീമോളെ. നന്ദുവിൻ്റെ കഴുത്തിൽ നിന്ന് മുഖമെടുക്കാതെ ആദ്യം പറഞ്ഞു. ആദ്യമായിട്ട് ഒരു പ്രത്യേക മണാണ്, എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയോ? നന്ദു ആദ്യയുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് എന്ത് മണം? നന്ദയെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് ആദ്യം ചോദിച്ചു. അതൊക്കെ ഉണ്ട് എൻ്റെ ആദ്യേട്ടാ, ആ മണം എൻ്റെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നന്ദ ആദ്യയുടെ കഴുത്തിലേക്ക് മുഖം വെച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? എന്നാ ശ്രീമോൾ എഴുന്നേറ്റ് വാങ്ങിയ ഡ്രസ്സെല്ലാം എടുത്തിട്ട് പോവാം. ഇങ്ങനെ ഇരുന്നാൽ എൻ്റെ കൺട്രോൾ പോവും. ആദ്യം അതും പറഞ്ഞ് എഴുന്നേറ്റു. അത് കേട്ട് ചിരിയോടെ നന്ദ എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു. അവളുടെ പിന്നാലെ ആദ്യം ചെന്നു. നന്ദ റൂമിൽ ചെന്ന് ഡ്രസ്സെല്ലാം കവറിലാക്കി വെക്കുകയായിരുന്നു. പെട്ടെന്ന് ആദ്യ പുറകിലൂടെ വന്ന് നന്ദയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നു. നന്ദ ചിരിച്ചു. കോച്ചേ, നീ ഈ സാരി മാറ്റി വേറെ വല്ല ഡ്രസ്സ് എടുത്തിട്ട്. ആദ്യം നന്ദയുടെ കഴുത്തിലെ മുടി മാറ്റി അവിടെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ ഡ്രസ്സ് മാറിയിട്ട് വരാം. നന്ദ ഒരു ചുരിദാർ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു.
നീ എവിടെയൊക്കെ പോണ ശ്രീമോളെ? ആദ്യയുടെ ഡ്രസ്സ് മാറ്റിത്തരാം, ആദ്യ പറഞ്ഞു. ആദ്യയുടെ തമാശ പറയുന്നത് വിട്ടേ. നന്ദ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി. അടങ്ങി നിൽക്ക് ശ്രീമോളെ, ഞാൻ ഡ്രസ്സ് മാറ്റിത്തരാം. ആദ്യം നന്ദയെ അവനെ നേരെ നിർത്തിക്കൊണ്ട് പറഞ്ഞു. നന്ദ ആദിയുടെ മുഖത്തേക്ക് നോക്കി. ആദ്യം നന്ദയുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവളുടെ സാരിയുടെ പിന്നടിച്ചു. സാരിയുടെ തലപ്പ് അടിഞ്ഞു വീണു. ഓരോന്നായി അവളിൽ നിന്ന് മടന്നു വീഴുമ്പോഴും ആദിയുടെ നോട്ടം നന്ദയുടെ കണ്ണിലായിരുന്നു. അവസാനം അവളിലേക്ക് ചുരിദാർ ഇട്ട് കൊടുത്തു. നന്ദ ആദിയെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഡ്രസ്സെല്ലാം ഇട്ടുകൊണ്ട് റൂം വെക്കേറ്റ് ചെയ്തിട്ട് ആദിയും നന്ദയും ബുള്ളറ്റിൽ അവരുടെ വീട്ടിലേക്ക് പോയി. 1 മണിക്കൂറിനുള്ളിൽ അവർ വീട്ടിലെത്തി. ഒരു വട്ടം ആദിയുടെ കൂടെ ബുള്ളറ്റിൽ താൻ വന്നിറങ്ങിയ വീട്. ഇന്ന് ആദിയുടെ ഭാര്യയായി വീണ്ടും ആ വീട്ടിലേക്ക് തന്നെ വന്ന ഓർമ്മയിൽ നന്ദയുടെ കണ്ണ് നിറഞ്ഞു. ആദ്യ വീട്ടിലേക്ക് നോക്കി. ചുറ്റുപാട് നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട്. ഇതെന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വൃത്തിയായി? ആദ്യമായിട്ട് വാ, അകത്തേക്ക് കയറാം, നന്ദ ആദിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ആദ്യം ചിരിച്ചുകൊണ്ട് പോകരുന്നൊരു ചാവി എടുത്തുകൊണ്ട് വാതിൽ തുറന്നു. വീടിൻ്റെ അകം കണ്ട് ആദ്യം വീണ്ടും ഞെട്ടി. അതൊക്കെ വൃത്തിയായിരിക്കുന്നു. വീടിൻ്റെ അകം കണ്ട് നന്ദയുടെ കണ്ണ് വിടർന്നു. അവൾ അവിടെയെല്ലാം നടന്നു നോക്കി. എല്ലായിടവും നല്ല വൃത്തിയും വെടുപ്പും. അടുക്കളയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. നന്ദ വീണ്ടും ആദിയുടെ അടുത്തേക്ക് നടന്നു.